വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ ശിവനോട് പറയുന്നുണ്ട്, വെറുതെ കളിക്കാനായിട്ട് നിൽക്കല്ല്, പണി അറിയാവുന്ന പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ കാണില്ല, ചെറുപ്രായമാണ്, അവർ കൊണ്ടുപോയി ഇടിച്ച് പിഴിഞ്ഞ് വാട്ടും, പിന്നെ 8-ാം ദിവസം പിന്നെ മരണമാണ് നടക്കാൻ പോകുന്നത്, അപ്പോൾ മരണകാരണം ഡോക്ടർമാർക്ക് പോലും വെറുതെ പറയാനായിട്ട് സാധിക്കില്ല, എന്നിങ്ങനെ അവ്യക്തമാണ് എന്ന് പറയാനായിട്ടേ സാധിക്കുള്ളൂ, അതുകൊണ്ട് ജോലി തടസ്സപ്പെടുത്താൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അന്നേരവും ശിവനാണെങ്കിൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കാനായിട്ട് പറയുന്നില്ല. ശിവൻ പറയുന്നുണ്ട്, പണ്ട് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കള്ളനും പോലീസും കളിച്ചിട്ടുണ്ട്, അന്ന് പോലീസായിട്ട് വന്നവനെ ഞാൻ എന്നിട്ട് കറിക്കത്തിക്കല്ല പരിക്കേൽപ്പിച്ചത്, ഒറിജിനൽ കത്തി കൊണ്ട് തന്നെയാണ്. അപ്പോൾ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എത്ര പ്രായമുണ്ടെന്നറിയാമല്ലോ, അന്ന് തീർന്നതാണ് കാക്കിയോടുള്ള വെറുപ്പ്, അന്ന് തീർന്നതാണ്, അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും നിൽക്കണ്ട, അതുകൊണ്ട് ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനോ ഒന്നിനും മാഡം തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ശാലിനി പറയുന്നുണ്ട്, ഇത് ഞാൻ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു അങ്ങനെ തിരിച്ചു പോകാൻ വന്നതല്ല, ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഞാൻ പറയുന്നു, എൻ്റെ ജോലി തടസ്സപ്പെടുത്തിയതിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ഇയാളെ അറസ്റ്റ് ചെയ്യുന്നിങ്ങനെ ഇൻസ്പെക്ടറോട് പറയുമ്പോൾ ഇൻസ്പെക്ടർ ശിവൻ്റെ ഇങ്ങനെ ഷർട്ടിൻ്റെ കോളറിന് പിടിക്കുകയാണ്. അന്നേരം ഈ ലാസർ ഓടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളെ കൊന്നിട്ടേ ശിവൻകുഞ്ഞെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് കുറുകെ നിൽക്കുകയാണ്. അന്നേരം അയാളെ പിടിച്ച് മാറ്റിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എല്ലാത്തിനെയും പിടിച്ച് മാറ്റി അറസ്റ്റ് ചെയ്ത് ജീപ്പിലോട്ട് കയറ്റ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പോലീസുകാരനിങ്ങനെ പിടിക്കുകയാണ്, ഷർട്ടിന് പിടിക്കുന്നുണ്ട്, കയറടോ വണ്ടിയിലെന്നും പറഞ്ഞു. അന്നേരം ശിവനിങ്ങനെ ആകെ തിളച്ച് നിൽക്കുകയാണ്, ശാലിനിയും അതേ രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അന്നേരത്തേക്ക് സ്വാമിയും വക്കീലും കൂടി കാറിൽ വരുന്നുണ്ട്. അന്നേരം വക്കീലിനെ കണ്ടുകൊണ്ട് പോലീസ് ശിവൻ്റെ ഷർട്ടിൻ്റെ കോളർന്ന് കൈ എടുക്കുന്നുണ്ട്. മാഡം ഇങ്ങനെ തിടുക്കം കൂട്ടരുത്, ഈ ഒഴിപ്പിക്കലിനെതിരെ കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുണ്ട്, നടക്കില്ല, ഇഞ്ചക്ഷൻ ഫയൽ അതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി പേപ്പർ ഇങ്ങനെ വാങ്ങി വായിച്ച് നോക്കുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. അന്നേരമാണെങ്കിൽ ശിവനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ വിചാരിച്ചാലും ഇവിടെ നിന്ന് ഞാനുള്ളപ്പോൾ ഇതെൻ്റെ മണ്ണാണ്, ഇത് വിട്ടു തരാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ജയിച്ചു, പക്ഷെ തൽക്കാലത്തേക്ക് വേണ്ടി മാത്രമാണ്, ഇനി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ വരേണ്ടി വരും, അന്ന് തല കുനിച്ച് നിൽക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. നിങ്ങളങ്ങനെ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്, ഝാൻസി റാണി എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ അതൊന്നും ഇവിടെ വില പോകില്ല എന്ന് പറയുകയാണ്. അന്നേരം മാണിക്കോത്ത് കുടുംബം എൻ്റെ കൈകളിൽ ഭദ്രമാണ്, അവിടെ ഞാൻ ആരെയും തോൽക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ മാണിക്കോത്ത് കുടുംബത്തിന് എന്താടോ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൊമ്പല്ല, തൃക്കണ്ണ്, സാക്ഷാൽ ഭഗവാൻ ശിവൻ്റെ തൃക്കണ്ണ്, എല്ലാം ചുട്ട് ഭസ്മമാക്കാൻ കഴിയുന്ന തൃക്കണ്ണ്, പിന്നെ എൻ്റെ പേര് തന്നെ ശിവനാണ്, അങ്ങനെ ശിവൻ്റെ തിരിജടയ്ക്കുള്ളിലാണ് ഗംഗാദേവി ഇരിക്കുന്നത്, ഗംഗാദേവിയെ പിന്നെ താഴേക്ക് ഇറക്കി വിട്ടാൽ ഈ ലോകം മുഴുവൻ പ്രളയമായി മാറും, അതുകൊണ്ട് അത് നടത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഝാൻസി റാണി എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ കർക്കശക്കാരിയാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഈ ശിവൻ്റെ മുന്നിൽ വില പോകില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇനി ഒരിക്കൽ കൂടി കാണേണ്ടി വരും എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഈ കുട്ടിയെ വിളിച്ചിട്ട് ശിവൻ പറയുന്നുണ്ട്, എടാ കുട്ടി, മാഡത്തിന് 2 കരിക്കിട്ട് കൊടുക്കുക, മാഡത്തിൻ്റെ ഊർജ്ജമൊക്കെ പോയിരിക്കുകയാണെന്ന്. അന്നേരമാണ് ശാലിനി പറയുന്നത്, ഒരിക്കൽ കൂടി കാണേണ്ടി വരും, അന്ന് കരിക്ക് കുടിക്കേണ്ടി വരുന്നത് ആർക്കാണ് എന്ന് ഞാൻ കാണിച്ചു തരാം, തൽക്കാലം ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി ആകെ ദേഷ്യത്തിൽ ആ പേപ്പർ അനുവല്ലവിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ശിവനിങ്ങനെ ജയിച്ച് നിൽക്കുകയാണ്, ബാക്കി എല്ലാവർക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ വക്കീലിനോട് പറയുകയാണ്, അപ്പോൾ വക്കീലിന് പണി അറിയാമല്ലേ എന്ന്. അന്നേരം ഇത് കയ്യിൽ കിട്ടണ്ടേ, അതുകൊണ്ടാണ് സമയം എടുത്തത് വരാനായിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവൻകുഞ്ഞല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ കേസ് തരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശിവനങ്ങ് ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അത് ശിവോഹം എന്നിങ്ങനെ ഈ വക്കീൽ പറയുമ്പോൾ ശിവനങ്ങ് ചിരിക്കുന്നുണ്ട്. അതിനു മുന്നേ ശാലിനിയോടും ശിവൻ ആ ഡയലോഗ് പറയുന്നുണ്ട്, ഇത് ശിവനാണ്, ശിവോഹമാണ്, എനിക്കിത് നിയോഗം, നിങ്ങൾക്കിത് വിയോഗമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നൊക്കെ ആ സ്ഥിരം ഡയലോഗ് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ശാലിനി ഇങ്ങനെ കാറി കയറി പോകുന്നതും ആകെ ദേഷ്യത്തിലാണ് പോകുന്നത്. അന്നേരം ശിവൻ ഇവിടെ ആകെ ജയിച്ചുകൊണ്ടിൽ ഈ കഴുത്തിൽ കിടന്ന മാല ഇങ്ങനെ കറക്കിയൊക്കെ കാണിക്കുന്നുണ്ട്, ജയിച്ച മട്ടിൽ നിൽക്കുകയാണ്. അതേസമയം വിഷ്ണുവും രോഹിത്തും കൂടി അവിടെ ഭാമയുടെ വീട്ടിലെത്തുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രോഹിത്തിനോട് വിഷ്ണു പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇതിൽ ഞാൻ നിന്നെ എല്ലാം പഠിപ്പിക്കുകയാണ്, ഇനി അമ്മയുടെ മുന്നിൽ നിന്നെ ഇങ്ങനെ കാണിച്ച് അപ്പോയിൻമെൻറ്റ് ഓർഡർ വാങ്ങി തരേണ്ട ആവശ്യമേ ഉള്ളൂ, എല്ലാം നല്ലതുപോലെ ചെയ്യണം എന്നിങ്ങനെ വിഷ്ണു അകപ്പാടെ ഒരു മൂഡോഫൊക്കെ ആയിട്ട് ഇങ്ങനെ രോഹിത്തിൻ്റെ തോളിലേക്ക് ഇങ്ങനെ കൈവച്ച് പറയുകയാണ്. അന്നേരം അതൊക്കെ ഞാൻ ഏറ്റു, എനിക്കിപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് മതി വാ എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു രോഹിത്തിനെയും കൊണ്ട് അകത്തേക്ക് കയറി വരികയാണ്.
അന്നേരം അവിടെ ഭാമ ഇങ്ങനെ കണക്കൊക്കെ നോക്കുന്നുണ്ട്. പിള്ളയോട് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ തൊട്ട് പിറകിൽ രണ്ടുപേരും കൂടി ഇരുന്ന് പഠിക്കുന്നുണ്ട്. രാഘവൻ നായർ ഇവിടെ ഇരിപ്പുണ്ട്. അന്നേരമാണ് വിഷ്ണു രോഹിത്തും കൂടി വരുന്നത്. അന്നേരമാണെങ്കിൽ പൊന്നി ചായ കൊണ്ട് വരുന്നുണ്ട്. അന്നേരം ആ പൊന്നി 2 ചായ കൂടി എടുക്കുക എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അത് അവർക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ ചായയൊക്കെ പിന്നീടാകാം, അമ്മ എങ്ങോട്ട് എഴുന്നേറ്റെന്ന് പറയുകയാണ്. അന്നേരം എന്താടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ എങ്ങോട്ട് എഴുന്നേറ്റെന്ന് പറയുമ്പോൾ വീണ്ടും വിഷ്ണു പറയുമ്പോൾ നിനക്കെന്തോ കാര്യമായിട്ട് തരാനാണ് ഭാമയെന്ന് പറയുമ്പോൾ ഭാമ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് രാഘവൻ നായർ പറയുമ്പോൾ. അന്നേരം ഒന്ന് എഴുന്നേറ്റെന്നും പറഞ്ഞ് വിഷ്ണു പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. രോഹിത്തിനോട് പറയുകയാണ്, നീ ആ കാശ് കൊടുത്തിട്ട് അമ്മയുടെ കാല് തൊട്ട് വന്നിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം നീ എന്തൊക്കെയാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം ആദ്യം അമ്മ ഇത് വാങ്ങുമെന്ന് പറയുകയാണ്. അന്നേരം രോഹിത് ആ പൈസ എടുത്തുകൊണ്ട് സത്യഭാമയ്ക്ക് നേരെ നീട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ശ്യാമ അവിടുത്തെ മുകളിലത്തെ ലാൻഡിങ്ങിൽ വന്ന് നിൽക്കുകയാണ്. അമ്മ ആദ്യം പൈസ വാങ്ങുമെന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഭാമ അത് വാങ്ങുന്നുണ്ട്. അന്നേരം കാല് തൊട്ട് വന്നിക്കുമെന്നിങ്ങനെ വിഷ്ണു രോഹിത്തിനോട് പറയുമ്പോൾ രോഹിത് അതേപോലെ ചെയ്യുകയാണ്. അമ്മ അവനെ അറിഞ്ഞൊന്ന് അനുഗ്രഹിക്കുമെന്ന് പറയുക. അന്നേരം എന്താടാന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ പുതിയ ശിഷ്യനാണ്, അങ്ങോട്ട് അനുഗ്രഹിക്കുകയെന്ന്. അന്നേരം മതി എഴുന്നേക്കെന്നും പറഞ്ഞ് ഭാമ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അന്നേരം എന്താടാ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ, അമ്മയുടെ പുതിയ ശിഷ്യനാണ്, ഇനി മുതൽ പൈസയൊക്കെ പിരിക്കുന്നത് അവനാണ്, എനിക്ക് പകരം അവനാണ്. എനിക്കിപ്പോൾ കുടുംബത്തോടൊപ്പം ചില യാത്രയൊക്കെ പോകേണ്ടി വരും, അപ്പോൾ ആ സ്ഥാനത്ത് ഒരാൾ വേണ്ടേ, അതിന് രോഹിത്താണെന്ന് പറയുമ്പോൾ ഭാമയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഭാമ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. രാഘവൻ നായരും പൊന്നിയും പിള്ളയും ഒക്കെ ഒന്നും മനസ്സിലാവാതെ ശ്യാമയും ഒക്കെ ഇങ്ങനെ മോളിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അതിന് ഇവനെ പോലെ നിന്നെ പോലെ തൻ്റെ അടുത്തോട് വാങ്ങിക്കാനൊക്കെ അവനെ കൊണ്ട് പറ്റുമോ, അവൻ ദുബായിക്ക് പോകാൻ നിൽക്കുകയല്ലേ എന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ നടക്കും. ഇന്ന് അവൻ 3 സ്ഥലത്തു നിന്നാണ് കാശ് വാങ്ങിയത്, അതും 3 മാസത്തെ, ഈ മാസത്തെ ഉൾപ്പെടെ പലിശ വാങ്ങിച്ചു. മാസം അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ എത്രത്തോളം അതുണ്ടെന്ന് അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കാഞ്ഞ ബുദ്ധിയാണ് അവൻ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ആകപ്പാട് സന്തോഷത്തിലാണ്. അന്നേരം ഭാമ മനസ്സിലാവുന്നതോടെ ശരി എന്നിങ്ങനെ സമ്മതിക്കുന്നുണ്ട്. അന്നേരം പൈസ വാങ്ങി അങ്ങോട്ട് വെക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, ശരി, വിഷ്ണുവിന് അങ്ങ് ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്, കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുക, എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയിട്ട് വരാം കേട്ടോ മക്കളെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ആർക്കും മുഖം കൊടുക്കാതെ അവിടെ നിന്ന് പെട്ടെന്ന് രോഹിത്ത് രോഹിത്ത് വിഷ്ണു ബ്രോ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു നിൽക്കുന്നില്ല, അങ്ങ് പോകുന്നുണ്ട്. ഭാമയും രാഘവൻ നായരും ഒക്കെ ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. പക്ഷെ ഭാമയ്ക്ക് അതങ്ങോട്ട് തീരെ സെറ്റായില്ല. വിഷ്ണുവിന് പകരം രോഹിത്തിനെ പറഞ്ഞു വിടാമെന്നുള്ളതൊക്കെ. അതേസമയം ഇവനിത് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ അച്ഛന് മനസ്സിലായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്യാമ ദേഷ്യപ്പെട്ട് താഴേക്ക് വരുന്നുണ്ട്. സ്നേഹം നടിച്ച് കൂടെ കൊണ്ടുപോയത് കൊല്ലാക്കൊല ചെയ്യാനാണ് എന്നുള്ളത് രോഹിത്തിന് മനസ്സിലായില്ല. കൂട്ടത്തിൽ ഒരു മുൾക്കിരീടം കൂടി അങ്ങോട്ട് വെച്ചു കൊടുത്തു. രോഹിത്തിനൊന്നും മനസ്സിലാവില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ പണിക്ക് എന്താടി കുഴപ്പം എന്നിങ്ങനെ പിന്നെ സത്യഭാമയും ചോദിക്കുന്നുണ്ട്. അന്നേരം ഗുണ്ടാപ്പണിയല്ലേ, ആളെ കൊല്ലുന്ന പരിപാടി, ഗുണ്ടായുസം കാണിച്ച് പൈസ വാങ്ങിക്കുക എന്നൊക്കെ, മകൻ രക്ഷപ്പെടുമല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവനെ ഇങ്ങനെ മോശക്കാരനാക്കിയിട്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ മകൻ്റെ ജീവൻ അങ്ങോട്ട് രക്ഷപ്പെടുമല്ലോ, ഇനി ഇടിയൊക്കെ ആയിട്ട് പണം പിരിക്കാനൊക്കെ രോഹിത്ത് നടന്നുള്ളൂല്ലോ. ജില്ലാ കളക്ടറുടെ ഭർത്താവ് പണം പിരിക്കാൻ നടക്കുന്നത് മോശമാണെന്നല്ല ഇപ്പോൾ പറഞ്ഞു കാണും, അതുകൊണ്ട് അതിൽ നിന്ന് മാറിയിട്ട് രോഹിത്തിനെ അതൊക്കെ ഏൽപ്പിച്ചതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട്, ശ്യാമേ നീ അധികം പറഞ്ഞ് കയറണ്ട, എങ്ങോട്ടായി പറഞ്ഞു കയറുന്നതെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം രാഘവൻ നായരും പറയുന്നുണ്ട്, പിന്നെ ഈ പണിക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ ടൈയും കെട്ടി കസേരയിലൊക്കെ ഇരുന്നു കൊണ്ട് അവർ ലോണ് കൊടുത്തിട്ട് പൈസ വാങ്ങുന്നു, ഞങ്ങളുടെ കയ്യിൽ മതിയായ രേഖ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗുണ്ടായുസം കാണിക്കുന്നു, പിന്നെ അടുത്ത് പോയി പൈസ വാങ്ങുന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം വെട്ടും കുത്തും കൊലപാതകമായിട്ട് നടക്കാനൊന്നും എൻ്റെ ഭർത്താവിനെ ഞാൻ വിടില്ല എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ശ്യാമ പറയുകയാണ്. അന്നേരം ശ്യാമേ നീ ഇതിൽ ഇടപെടണ്ട, നല്ലതും ചീത്തയൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്. അന്നേരം അതൊന്നും രോഹിത്തിന് മനസ്സിലാവില്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഭാമ പറയുകയാണ്, നീയും നിൻ്റെ ചേച്ചി ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ മക്കളെ 2ആയിട്ട് കണ്ടിട്ടില്ല. രോഹിത്തിനെയും പിന്നെ വിഷ്ണുവിനെയും എൻ്റെ വലം കൈ ഇടം കൈ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. വിഷ്ണുവിനെ ശാസിക്കുകയും പിന്നെ ഒക്കെ ചെയ്യുമ്പോൾ, അനുസരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രോഹിത്തിനെ ഒരു വാക്ക് കൊണ്ടുപോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. അത് നിനക്കറിയില്ലെങ്കിൽ രോഹിത്തിനറിയാം എന്നിങ്ങനെ പറയുകയാണ്. പക്ഷെ ശ്യാമ എങ്ങോട്ട് കൂട്ടാക്കുന്നില്ല. ശ്യാമ പറയുകയാണ്, എന്ത് തന്നെയായാലും എനിക്ക് നാളെ വിധവയാവാനായിട്ട് പറ്റില്ല. എൻ്റെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അച്ഛൻ എവിടെയും ചോദിക്കുമ്പോൾ ഭിത്തിയിലെ മാല ഇട്ട് വച്ചിരിക്കുന്ന പിന്നെ ഫോട്ടോ കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെട്ട് ശ്യാമ അങ്ങ് മുകളിലേക്ക് കയറിപ്പോവുകയാണ്. അന്നേരം രോഹിത്തും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഈ ശ്യാമയുടെ ഈ സംസാരം അധികം അങ്ങോട്ട് ഓവറാവുകയാണ്. അന്നേരം ഒന്നും പറയാനായിട്ട് രാഘവൻ നായർക്കും ഭാമയ്ക്കും ഒന്നും സാധിക്കുന്നില്ല.
അന്നേരം ഇതൊക്കെ കേട്ട് കുട്ടികളും ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അത് സത്യാമ്മ അവൾ വെറുതെ എന്നിങ്ങനെ പറയുമ്പോൾ, വെറുതെ ഒന്നും അല്ല, ഇതിന് എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പിള്ള ഈ ബുക്കെല്ലാം എടുത്തു വെക്കുമെന്ന് പറഞ്ഞിട്ട് ഫാമ റൂമിലേക്ക് അങ്ങ് പോവുകയാണ്. പിന്നെ പിള്ള അതൊക്കെ പെറുക്കി എടുക്കുന്നുണ്ട്. കുട്ടികളിങ്ങനെ പരസ്പരം നോക്കിയിരിക്കുകയാണ്. പൊന്നിയും വിഷമിച്ച് ചായ ഗ്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായരോട് രോഹിത് പറയുന്നുണ്ട്, അച്ഛാ സത്യാമ്മ എന്ന് പറയുമ്പോൾ വിട്ടുകളയടാ, അവളോട് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ ഇരിക്കുകയാണ്. തുടർന്ന് രോഹിത് ആകെ അങ്ങ് വിഷമമാവുന്നുണ്ട്. എന്നിട്ട് രോഹിത് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയം കളക്ട്രേറ്റിലെ ശിവനല്ല കമലിനാണെങ്കിൽ ശാലിനിയെ കാത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ രേഷ്മയുടെ കാര്യവും വിഷ്ണുവിൻ്റെ ആ മാറ്റവും ഒക്കെ പറയാനാണ് കമലൻ വന്ന് ശാലിനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അന്നേരം ശാലിനി അവിടെ ഇല്ല. ശാലിനി ഇങ്ങനെ കാറിൽ വരുന്നുണ്ട്. ശാലിനി കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. രാമേട്ടനും അനുപല്ലവിയൊക്കെ കൂടെ ഇറങ്ങുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ പോയി പരിഹാസിയായിട്ട് തിരിച്ചു വരാനേ കഴിയുള്ളൂ, നിങ്ങൾ വോട്ട് ചെയ്ത് ഓരോരുത്തരെയും അങ്ങോട്ട് വിജയിപ്പിച്ച് വിട്ടില്ലേ, അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ ശാലിനി ആരോടും അങ്ങനെ ചൂടായിട്ട് സംസാരിക്കുകയാണ്. കമലം പക്ഷേ ആ ശ്രദ്ധിക്കാതെ ഓടി ചെന്നിട്ട് ഏട്ടത്തി അമ്മയെന്ന് വിളിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ടും ഫോണിലങ്ങ് ആരോടും അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഒന്നുകൂടി ഏട്ടത്തി അമ്മയെന്ന് ഇങ്ങനെ കമലം വിളിക്കുമ്പോൾ ശാലിനി അത് മൈൻഡ് ചെയ്യാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം ഈ കമലം പിന്നാലെ പോകുന്നുണ്ട്. അകത്തേക്ക് ചെന്നിട്ട് ശാലിനി തൻ്റെ ക്യാബിനിൽ കസേരയിൽ ഇരുന്നിട്ടും പിന്നെ ബാക്കി ഞാൻ അന്വേഷിച്ച് പറയാം, അല്ലാതെ എന്നെ കൊണ്ട് അതിൽ കൂടുതൽ കഴിയില്ല എന്നിങ്ങനെ ഫോണിലാകെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ആകെ തല കുനിച്ചിങ്ങനെ രണ്ട് കൈ ഇങ്ങനെ തലവേദനെടുക്കുന്ന പോലെ ഇങ്ങനെ തടവിക്കൊണ്ട് ഇങ്ങനെ ആ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് കമലം വീണ്ടും ഓടി അകത്തേക്ക് കയറുന്നുണ്ട്. ഏട്ടത്തി അമ്മയെന്നും പറഞ്ഞ് ചെല്ലുകയാണ്. ആദ്യം ശാലിനി ഇത് മൈൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത് ഒന്നുകൂടി ഏട്ടത്തി അമ്മയെന്ന് വിളിക്കുമ്പോൾ ഗെറ്റ് ഔട്ട് എന്നിങ്ങനെ ശാലിനി പെട്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം കമലൻ വീണ്ടും വിളിക്കുമ്പോൾ ഇവിടെ ആരും ഇല്ലേ, ഇത് ആരാ ഇങ്ങനെ കടത്തി വിട്ടതെന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ ബെല്ലടിക്കുമ്പോൾ അനുപല്ലവി ഓടിക്കൊണ്ട് വരുന്നുണ്ട്. എന്താ അനുപല്ലവി, ഇതിവിടെ പ്രോട്ടോകോളൊന്നും ഇല്ലേ, നേരത്തെ എന്നെ കാണണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, ഇതെന്താ ഇങ്ങനെ എന്ന് പിടിച്ച് പുറത്താക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അനുപല്ലവി ഇങ്ങനെ ആകെ ദേഷ്യത്തിലല്ല ടെൻഷനായി ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ കമലൻ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അനുപല്ലവിക്ക് കമലിൻ്റെ വിഷമവും മനസ്സിലാവുന്നുണ്ട്, ശാലിനിയുടെ ദേഷ്യവും മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, പ്ലീസ് ദയവായി ഒന്ന് പുറത്ത് പോകണം എന്നിങ്ങനെ പറയുമ്പോൾ കമലിനെ തലൊരുക്കി സമ്മതിച്ച് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഡോറ് തുറന്ന് ഇറങ്ങാൻ നേരവും ശാലിനി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനി കമലിനെ നോക്കുന്നില്ല, ആ ഒരു ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയാണ്. ശാലിനി കസേരയിരുന്ന് ആലോചിക്കുന്ന മുഴുവൻ ആ ഒരു ശിവൻ തന്നെ അപമാനിച്ചതും അവിടെ തനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ വന്നതും ഒക്കെയാണ് ശിവൻ ഇങ്ങനെ പറയുന്നത്. ശിവോഹം നിയോഗം, നിങ്ങൾക്കിത് വിയോഗമായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞതൊക്കെയാണ് ശാലിനിയുടെ മനസ്സിലൂടെ ഓടി. ശാലിനി ഇങ്ങനെ തിളച്ചിങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് കമലിന് വീണ്ടും അവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം അനുപല്ലവി ചെന്ന് പറയുന്നുണ്ട്, അനുപല്ലവിയോട് അതിന് മുന്നേ പറയുന്നുണ്ട് ശാലിനിയാണെങ്കിൽ, പിന്നെ ഇങ്ങനെ ആരെയും കടത്തി വിടരുതെന്ന് പറയുമ്പോൾ അറിയാവുന്ന ആളെ പരിചയമുള്ളത് കൊണ്ടാണെന്ന് പറയുമ്പോൾ പരിചയം വേറെ ഓഫീസ് കാര്യം വേറെ, ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, മേലിൽ ആവർത്തിക്കരുത് എന്നൊക്കെ അനുപല്ലവിക്ക് ഒരു വാണിംഗ് എന്നോളം ശാലിനി നൽകുന്നുണ്ട്. അതിനുശേഷം അനുപല്ലവി കമലിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്, മാഡം ആണെങ്കിൽ ഒരു ഇൻസൾട്ട് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്, അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ്, ഒന്നും തോന്നരുത് എന്നിങ്ങനെ പറയുമ്പോൾ അത് എൻ്റെ ഏട്ടത്തി അമ്മയല്ലേ, എൻ്റെ അച്ഛൻ്റെ ഭാര്യയല്ലേ, എന്നെ അങ്ങനെ പറയാനുള്ള അധികാരമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമലിനത് മനസ്സിലാവുന്നുണ്ട്. കമലൻ പറയുകയാണ്, എന്നാലും അത് ആര്, കടുവയെ പിടിക്കുന്ന കിടുവയോ, കളക്ടറെ അപമാനിക്കുന്നവൻ അവൻ ആര് എന്നിങ്ങനെ അനുപല്ലവിയോട് ചോദിക്കുമ്പോൾ അനുപല്ലവി ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കമലിനോട് പറയുന്നുണ്ട്. അന്നേരവും ശാലിനിയാണെങ്കിൽ ആ ശിവന്റെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ദേഷിച്ച് തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് സന്ധ്യാസമയത്ത് അവിടെ കുടുംബശ്രീ വീട്ടിൽ ചാരികയാണെങ്കിൽ ഉമ്മർത്ത വിളക്കൊക്കെ വെച്ചിങ്ങനെ നാമമൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട്. അതിൽ നിന്നും ശ്യാമ ഇറങ്ങുകയാണ്, പപ്പി ഇറങ്ങുന്നുണ്ട്. ശ്യാമ ബാഗൊക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത്. പപ്പി ഇറങ്ങി ഓടി വല്യമ്മച്ചി എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. അന്നേരം എന്താ മോളെ ഈ സമയത്തെന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മ അച്ഛനുമായിട്ട് വഴക്കിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ ശാരി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ ബാഗുമായിട്ട് വരികയാണ്. എന്നിട്ട് അകത്തേക്ക് കയറിപ്പൊടി എന്നിങ്ങനെ കൊച്ചിനോട് പറഞ്ഞിട്ട് ശാരികയെ മൈൻഡ് ചെയ്യാതെ ആകെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ശാരികയാണെങ്കിൽ സന്ധ്യാനാമം ചൊല്ലുന്ന മതിയാക്കിയിട്ട് എഴുന്നേറ്റ് അവരുടെ പിന്നാലെ പോവുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമയാണെങ്കിൽ രോഹിത്തിനെ അങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ചതിൽ ആകെ ദേഷ്യപ്പെട്ട ആയിരിക്കണം ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. മുമ്പൊരിക്കലും രോഹിത്ത് പറഞ്ഞിരുന്നു ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെ. പക്ഷെ വീണ്ടും ശ്യാമ ഇറങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി അതവിടെ എന്താകും എന്നുള്ളതുമാണ്. പിന്നെ ശാലിനി ശിവനെ എങ്ങനെ നേരിടും എന്നുള്ളതും ഒക്കെയാണ്. പിന്നെ കമലൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ശാലിനി തയ്യാറാകുമോ, ദേഷ്യമൊക്കെ അടങ്ങുമ്പോൾ കമലിന് പറയാനുള്ളത് കേൾക്കുമായിരിക്കും. അതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.